പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 നവംബർ മാസം 16-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. വിശ്വാസത്തിൽ അത്ഭുതം കണ്ട 4 പേർ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം വായിച്ചു കേട്ട വചനം എന്ന് പറയുന്നത്, അവരുടെ വിശ്വാസം കണ്ടിട്ട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് യേശു കർത്താവ് പറയുകയാണ്. ഇതാ 4 പേരുടെ വിശ്വാസം കണ്ടിട്ട്, ആ കിടക്കയിൽ കിടന്നവന്റെ വിശ്വാസമല്ല, അവനെ ചുമന്നുകൊണ്ട് വന്ന 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് യേശു കർത്താവ് അവന്റെ പാപങ്ങളെ മോചിച്ചുകൊണ്ട് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ 4 പേർ ആരൊക്കെയാണ്? മലയാളത്തിൽ 4 എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ 4 പീപ്പിൾ, ആ 4 പേര് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു വചന റെവലേഷനാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇംഗ്ലീഷിൽ 4 എന്ന് പറഞ്ഞാൽ 4 അക്ഷരങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. FOUR, 4. ഈ 4 അക്ഷരങ്ങളിൽ ഒന്ന് എഫ്. 4 അക്ഷരങ്ങളിൽ ഒന്നാമത്തത് എഫ്, ഫെയ്ത്ത് ആണ്. ഫെയ്ത്ത് എവിടെങ്കിലും വെളിപ്പെടാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ചലനമുണ്ടാകാൻ തുടങ്ങുന്നത്. ഒരു കുടുംബത്തിൽ ഒരാൾ വിശ്വാസത്തിൽ വന്നാൽ ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് ചലിക്കുന്നത് കാണാൻ പറ്റും. ഒരു സഭയിൽ ഒരാൾ വിശ്വാസത്തിൽ ഉയർന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അത് അതിശയത്തിലേക്ക് വരുന്നത് കാണാൻ പറ്റും. എങ്കിൽ ഒന്നാമത്തെ അക്ഷരം എഫ് ആണ്, ഫെയ്ത്ത്. എങ്കിൽ 2-ാമത്തെ അക്ഷരം O ആണ്, FO, ഒബീഡിയൻസ്, അനുസരണം. വിശ്വാസം വെളിപ്പെടുന്നത് പോലെ തന്നെ വചനത്തിന്റെ അനുസരണം കൂടെ ഒരാളുടെ മേളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, വചനം നമ്മോട് വ്യക്തമായിട്ട് വിളിച്ചു പറയാണ്, യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ. എനിക്ക് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ മുമ്പോട്ട് പോകുവാൻ, ജീവിക്കുവാൻ, വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ വചനത്തെ പൂർണ്ണമായും അനുസരിക്കാൻ തുടങ്ങിയാൽ നമ്മിൽ രക്ഷ വെളിപ്പെടും, നമ്മിൽ ദൈവിക നന്മകൾ തുറന്നു വരും, ദൈവത്തിൻ്റെ വലിയ ഫേവറുകൾ നാം അനുഭവിക്കാൻ തുടങ്ങും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വചനം അനുസരിക്കുന്ന ഒരുവനാണ് അത്ഭുതങ്ങൾ കാണാൻ പോകുന്നത്.
വചനത്തെ ഇഷ്ടപ്പെടുന്നവനാണ് ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്ത വൃക്ഷം പോലെയുമായിരിക്കുന്നത്. വചനത്തെ അനുസരിക്കാൻ തീരുമാനമെടുക്കുക. ഒന്ന് വിശ്വാസമാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും ആരംഭം. ആ വിശ്വാസത്തോടുകൂടെ വചനത്തിന്റെ അനുസരണ കൂടെ ഒരാളുടെ മേളിൽ വെളിപ്പെട്ടാൽ അവർ വളരുന്നത് കാണാൻ പറ്റും. രണ്ടാമത്തത് ഒബീഡിയൻസ് ആണെങ്കിൽ, മൂന്നാമത്തത് ആണ്, യൂണിറ്റിയാണ് കാണുന്നത്. യൂണിറ്റി കുടുംബമായിരിക്കാം, സഭയായിരിക്കാം. യൂണിറ്റി എവിടെങ്കിലും വെളിപ്പെട്ടാൽ ലോകം പറയാത്ത അത്ഭുതങ്ങൾ ആ കുടുംബത്തിൽ വെളിപ്പെടും. ഇന്ന് നാം കണ്ടുവരുന്നത് ശത്രുവിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് കുടുംബത്തിന്റെ യൂണിറ്റി തകർത്ത് കളയുക. അപ്പനും മക്കളും തമ്മിലുള്ള യൂണിറ്റിയെ തകർക്കുക, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള റിലേഷനുകളെ തകർത്ത് കളയുക, കുടുംബത്തിന്റെ യൂണിറ്റി, സഭയുടെ യൂണിറ്റി, ഇതെല്ലാം ശത്രു ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ ഇതാ 4 അക്ഷരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 1 ഫെയ്ത്ത്, F. 2 ഒബീഡിയൻസ്, O. 3 യൂണിറ്റി. യൂണിറ്റി അവർ 3 പേര് ഒരുമിച്ച് ചേരുകയാണ്. 1 ആദ്യം F എന്ന് പറയുന്ന ആൾ എഴുന്നേറ്റു, ഫെയ്ത്ത് എഴുന്നേറ്റു. 2 ആ ഫെയ്ത്തിനോടുകൂടെ അദ്ദേഹം പലവരെയും അന്വേഷിച്ച് കാണാം, ആരെയും കിട്ടാതെ വന്നപ്പോൾ ഇതാ ഒബീഡിയൻസ്, അനുസരിക്കുന്ന ഒരുത്തൻ വെളിപ്പെട്ടു. ആ അനുസരിക്കുന്ന ഒരുത്തൻ്റെ കൂടെ യൂണിറ്റി കൂടെ വന്ന് ചേർന്നു. യൂണിറ്റി ചേർന്നതോടെ ഞാൻ വിശ്വസിക്കുന്നു ആ കട്ടിലയിൽ കിടക്കുന്ന ആള് സൗഖ്യമാകുമെന്ന് അവർ ഉറപ്പിച്ചു. അവർ വിശ്വസിച്ചു. അവര് ആ 3 അക്ഷരങ്ങൾ ഒരുമിച്ചതോടെ 6 വെളിപ്പെട്ടു. റെഡി, ഇനി മൂവ് ചെയ്യാം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഫെയ്ത്തും അനുസരണവും യൂണിറ്റിയും ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവർ അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോഴാണ് പച്ചവെള്ളം മീനായിത്തീരുന്നത്. ഹല്ലേലൂയ. വലയിറക്കുമ്പോഴാണ് പടക് നിറയുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇതാ റെഡി. ഹല്ലേലൂയ. ഒരു മൂമെന്റിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ്. ചെങ്കടൽ മുറിയുന്നത് നിങ്ങൾ കാണാൻ പോകുന്നു. ഹല്ലേലൂയ. മോശയെ പോലെ ഉറച്ചു നിന്ന് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുന്നവൻ ഇതാ വലിയ കിഴക്കൻ കാറ്റുകളും വലിയ അത്ഭുതങ്ങളും കാണാൻ പോവുകയാണ്. 4 അക്ഷരങ്ങളാണ് ഒരു വെളിപ്പാടായി നിങ്ങളുടെ മുമ്പിൽ കൈമാറിയത്. FOUR. ഹല്ലേലൂയ. ഈ 4 അക്ഷരങ്ങളിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. വലിയ വിശ്വാസം, അനുസരണം, യൂണിറ്റി. ആ വിഷയത്തിനകത്ത് ഒരു മൂവ്മെന്റിലേക്ക്, ആ വിഷയത്തിനകത്തേക്ക് നമ്മൾ കാലുവെക്കുകയാണ്. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരും. ഈ 4 അക്ഷരങ്ങൾ കൂടിച്ചേർന്നപ്പോൾ, ഈ 4 ആൾക്കാർ കൂടിച്ചേർന്നപ്പോൾ ആ വീടിന്റെ മേൽക്കൂര അവർ പൊളിച്ചു. അവരുടെ മുമ്പിൽ എതിരുകളില്ലാഞ്ഞിട്ടല്ല, അവർ ആ 4 പേരെ ചുമന്നുകൊണ്ട് വന്നപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ട് വേണം അറിയാം, കളിയാക്കിയിട്ടുണ്ടാകാം, ചുമന്നതുപോലെ തിരിച്ചു കൊണ്ടുപോകായിരിക്കും. പക്ഷെ അവര് പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുപോയതല്ല, തിരിച്ച് ഇവൻ നടന്നു വരുന്നത് കാണും. അതാ യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ കയറാൻ ഒരു മാർഗവുമില്ല. അവിടെ നിന്നൊരു പലരും പറഞ്ഞു വേണം, പിന്നെ വാ, അടുത്ത മീറ്റിങ്ങിന് വരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ 4 പേര് ഒരുമിച്ചതോടെ വീടിന്റെ മേൽക്കൂര പൊളിച്ച് യേശു ഇരുന്ന സ്ഥലത്തേക്ക് അവനെ ഇറക്കി വെച്ചു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഫെയ്ത്ത്, ഒബീഡിയൻസ്, യൂണിറ്റി ആ വിഷയത്തിനകത്ത് റെഡിയാകുന്ന അനുഭവത്തിലേക്ക് വന്നാൽ അത്ഭുതങ്ങൾ ഉറപ്പ്. കർത്താവ് നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കും. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിക്കാൻ പ്രിയരെ. ലോകം ഇന്നുവരെയും കാണാത്തൊരു ദൈവപ്രവർത്തിക്കായിട്ട് കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതം ഇവരുടെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ അറിയുക, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മുടെ ആരാധന നടക്കുന്നു. ഈ ദിവസങ്ങളിൽ ആരാധനയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണമേ. വലിയ വിടുതൽ പ്രതീക്ഷിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ. അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവങ്ങളെ കാക്കുമാറട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.